ഹലോ ഫ്രണ്ട്സ്, എസ് പി മിനിച്ചർ കാർസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീഡിയോ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ മേക്കിംഗ് വീഡിയോസാണ്. കോഴിക്കോട് ബേപ്പൂരുണ്ടായിരുന്ന ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ ഒരു മിനിയേച്ചർ മോഡലാണ് ഉണ്ടാക്കുന്നത്. ഇത് ഞാൻ ഫോട്ടോ നോക്കിയിട്ടാണ് ഉണ്ടാക്കിയത്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണേ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉണ്ടാക്കാൻ ഞാൻ യൂസ് ചെയ്ത മെറ്റീരിയൽ വരുന്നത് മെയിനായിട്ട് ഫോം ഷീറ്റാണ്, 4x ഷീറ്റ് പറയും, അതാണ്. പിന്നെ MCL ഉപയോഗിച്ചിട്ടുണ്ട്, പിന്നെ നൂല് ഉപയോഗിച്ചിട്ടുണ്ട്. 4x ഷീറ്റ് ഒരു T ഷേപ്പിലാണ് കട്ട് ചെയ്തിട്ടെടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ലാസ്റ്റിലേക്ക് കുറച്ച് ബെൻഡാക്കി എടുത്തിട്ട് ഇൻ്റർലോക്ക് വരുന്ന പോർഷനിൽ കുറച്ച് റൗണ്ടിൽ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതുപോലെ കൈവരി പോലെ കുറച്ച് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അത് 3 ഹോൾസ് ആയിട്ട് അതും കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നമുക്ക് കയറൊക്കെ വെച്ചിട്ട് എടുക്കണം. അങ്ങനെയാണ് ശരിക്കും വരുന്നത്. ചെറിയൊരു കട്ടി കുറച്ചൊരു ഉള്ള നൂല് വെച്ചിട്ടാണ് അത് ചെയ്തെടുക്കുന്നത്. മിനിയേച്ചർ ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് ഞാൻ പോയി നേരിട്ട് കാണുന്നത് ശരിക്കും. പിന്നെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ അടുത്ത് വെച്ചിട്ട് ഒരു ഫോട്ടോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ സാധിച്ചില്ല. പിന്നെ അപ്പോഴത്തേക്കും അത് സ്റ്റോപ്പായി, എന്തൊക്കെയോ ഇഷ്യൂസ് കാരണം. അങ്ങനെ ഇപ്പം അതില്ല. അപ്പോൾ നമ്മൾ വർക്ക് ഏകദേശം അങ്ങനെ ആയിട്ടുണ്ട്. കുറച്ച് പെയിൻറ്റിങ് കൂടി വർക്ക് ഉണ്ട്, വേറെ കുറച്ച് MCLൻ്റെ വർക്കൊക്കെ വെച്ചിട്ട് ചെയ്യാനുണ്ട്. ഇൻ്റർലോക്കിൻ്റെ പോർഷനിൽ ഗ്രേ പെയിൻറ്റ് വെച്ചിട്ട് ബ്ലൂ ആൻഡ് ഗ്രേ ആണ് കളർ കോമ്പിനേഷൻ വരുന്നത്. ആ T ജംഗ്ഷനിലുള്ള സ്ട്രെയിറ്റ് ഉള്ള പോർഷനിലാണ് അവിടെ ഒരു ഗ്രേ കളർ വരുന്നത്, ബാക്കിയൊക്കെ ബ്ലൂ ആയിട്ടാണ്. നമ്മൾ ഇൻ്റർലോക്കുള്ള പോർഷനിൽ അവിടെയൊക്കെ അത് വെച്ച് ജോയിൻ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ റിങ് ഫോം ഷീറ്റിലാണ് കട്ട് ചെയ്തെടുത്താണ്. പിന്നെ 4 കട്ടിങ്ങുള്ള പോർഷനിൽ ഒരു റിഫ്ലക്ടർ പോലെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതുപോലത്തെ ഒരു 3 എണ്ണമാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ലെഫ്റ്റിലും റൈറ്റിലും ബാക്കിലുമാണ് ഇതിൻ്റെ ഇതേപോലത്തെ റിങ് ഉണ്ടാക്കിയിട്ട് വെച്ചത്. പിന്നെ അതുപോലെ ജാക്കറ്റിൻ്റെ മോഡലും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കൂടുതൽ സമയം എടുത്തത് MCL വെച്ചിട്ടാണ് നമ്മൾ തിരമാല ഉണ്ടാക്കിയത്. അതിനാണ് കുറച്ചധികം സമയം എടുത്തത്. എന്നിട്ട് പിന്നെ അതിൽ നമ്മൾ പെയിൻറ്റ് ചെയ്തെടുക്കുകയാണ്. പിന്നെ വിചാരിച്ചാലും കുറച്ചൊരു സമയം എടുത്തു പോയി. കുറച്ചൊരു പണിയാണ്. MCLൻ്റെ തിരമാലേൻ്റെ ഒരു കളർ ഷെയ്ഡ് അങ്ങനെ വരണമല്ലോ, ബ്ലൂ ആൻഡ് വൈറ്റ് ആയിട്ട്. അപ്പോൾ കുറച്ച് ഭാഗം അങ്ങനെ ആദ്യം ചെയ്ത് നോക്കി എങ്ങനെ ഉണ്ട് എന്നുള്ളത്. ലെഫ്റ്റിലും റൈറ്റിലും 2 പോർഷനിലും ആയിട്ട് ചെയ്ത് നോക്കി. എന്നിട്ട് പിന്നെ ഏകദേശം കംപ്ലീറ്റ് ആകുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട് തിരമാലേൻ്റെ ഒക്കെ ഒരു പോർഷനായിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അതിൽ ആൾ നിൽക്കുന്ന ടൂറിസ്റ്റുകളൊക്കെ നിന്നിട്ട് ഫോട്ടോ എടുക്കുന്ന രീതിയിലുള്ള ആളുടെ ഒരു കട്ടൗട്ട് പോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അത് ഒരു സെൻറ്ററിലെ പോർഷനിലായിട്ട് ആൾ നിൽക്കുന്ന രീതിയിൽ അങ്ങനെ ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ടും വർക്ക് കുറച്ചുകൂടി ബാക്കിയുണ്ട്. തിരമാല കഴിഞ്ഞിട്ടുള്ള പോർഷനിൽ നമുക്കൊരു കുറച്ചൊരു മണ്ണിൻ്റെ ഒരു തരിയൊക്കെ വെച്ചിട്ട് ചെയ്തതാണ്. അത് മണ്ണിൻ്റെ തരി വെച്ചിട്ട് അങ്ങനെ ഒട്ടിച്ചെടുത്തിട്ട് അതിൽ പെയിൻറ്റ് ചെയ്തതാണ്. ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുള്ള കുറച്ച് സമയത്ത് ഇരുന്നിട്ട് ചെയ്യുന്ന വർക്കുകളാണ് ഇതൊക്കെ. എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം. എൻ്റെ വർക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ എന്നൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.